ഈ സംഘടനാ നേതാക്കൾ ജയൻ ചേട്ടനായാലും സിദ്ദീഖായിരുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ വിഷയത്തിൽ അമ്മയ്ക്കകത്ത് ഒരു ഭിന്നതയുമില്ല ഭിന്നസ്വരവുമില്ല എന്നുള്ളതാണ്. സിദ്ദീഖൊക്കെ കാര്യങ്ങൾ പറയുന്നു, ജയൻ ചേട്ടൻ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം ജഗദീഷ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണോ സിദ്ദീഖൊക്കെ പറഞ്ഞത് അതിന് നേർ വിപരീതമായിട്ടുള്ള സാഹചര്യമാണ്. സത്യത്തിൽ സംഘടനയ്ക്ക് ഈ വിഷയത്തിൽ ഒരു ഭിന്നസ്വരമുണ്ടോ, ഒരു കൂടിയാലോചനയുടെ അഭാവം ഉണ്ടായിട്ടുണ്ടോ? അത് ഭിന്നസ്വരമല്ല സത്യത്തിൽ വന്നത്. നമ്മള് ഈ റിപ്പോർട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഞങ്ങൾ മാരിറ്റിലുണ്ട്, നിങ്ങൾ പലരും അവിടെ വന്നവരാണ്, ഞങ്ങൾ റിഹേഴ്സൽ ക്യാമ്പിൽ നിൽക്കുന്ന സമയമാണ്. അന്ന് ഈ റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യം പ്രതികരിക്കണം എന്ന് പറഞ്ഞ അമ്മയിലെ ആദ്യത്തെ ഭാരവാഹി ഞാനാണ്. അത് ജഗദീഷേട്ടനോട് ചോദിച്ചാലും പറയും. ഞാൻ ആണയിട്ട് പറഞ്ഞു, നമുക്കിത് പ്രതികരിക്കണം, വിത്തിൻ മിനിറ്റ്സ് നമുക്ക് പ്രതികരിക്കണം, നമ്മൾ തെറ്റുകാരുടെ കൂടെ നിൽക്കില്ല, ഇത് നമുക്ക് ഉറക്കെ പറയാമല്ലോ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് അന്ന് ലാലേട്ടൻ ആദ്യം പറഞ്ഞു ശരിയാണ്, ജയൻ പറഞ്ഞ ശരിയാണ്, നമ്മൾ പ്രതികരിക്കണം. സിദ്ദിഖേട്ടനും പറഞ്ഞു അത് ശരിയാണ്, നമുക്ക് പ്രതികരിക്കണം. അപ്പം ബാക്കിയുള്ളവർ ജഗദീഷേട്ടൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പറഞ്ഞു നമ്മളൊന്ന് പഠിച്ചിട്ട് പറയണം, ആലോചിച്ചിട്ട് പറയാം, എടുത്തിയാടി നമ്മളിപ്പോൾ പറയരുത്. അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് അവരെല്ലാവരും. പിറ്റേ ദിവസവും 20-ാം തീയതി രാവിലെ ഞാൻ പറയുന്നു ഇനിയും വൈകുകയാണ്, ഇത് വൈകിക്കാൻ പാടില്ല. അമ്മയുടെ സ്റ്റാൻഡ് പറഞ്ഞ സിനിമയെ സംബന്ധിച്ച് വിഷയമാകും, ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് വിഷയമാകുമ്പോൾ നമ്മൾ വൈകിക്കരുത്, അത് കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോഴും അന്നും അത് തണുപ്പിച്ചു. അതിൽ എനിക്ക് അമർഷമുണ്ട്. അത് അന്ന് പ്രതികരിക്കാൻ വൈകിയതിൽ ഏറ്റവും കൂടുതൽ അമർഷം ഞാൻ. കാരണം അമ്മയിൽ നിന്ന് ആദ്യം പറയുന്നയാളും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നയാളും ഞാനാണ്. എനിക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ലാലേട്ടനും സിദ്ദിഖേട്ടനും ഒക്കെ. പക്ഷെ അന്ന് ഇവരൊക്കെ ജഗദീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നമുക്ക് പഠിച്ചിട്ട് പറയാം, പതുക്കെ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ പ്രതികരിച്ച സമയത്ത് സിദ്ദിഖേട്ടൻ പറഞ്ഞ എന്താ, സിദ്ദിഖേട്ടൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അമ്മയുടെ തീരുമാനം തന്നെയാണ് പറഞ്ഞത്. കാര്യം എന്താ, ഇരകളുടെ കൂടെയും നമ്മൾ നിൽക്കൂ, വേട്ടക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല, ആര് കുറ്റക്കാരെന്ന് കണ്ടാലും നമ്മൾ അമ്മ അതിനെതിരെ നിൽക്കും. പിന്നെ ഈ വിഷയങ്ങൾ ഇത് തന്നെയല്ലേ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചിട്ട് നമ്മൾക്ക് സത്യത്തിൽ അമ്മയിൽ പരാതികളൊന്നും വന്നിട്ടില്ല. എന്താ വിഷയം എന്താണെന്നറിയാമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അമ്മയിലൊരു അംഗത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പാരമ്പര്യവും പാരമ്പര്യം ഇൻ ദ സെൻസ് അവരുടെ പരിചയവും അവർ എത്ര സിനിമകൾ അഭിനയിച്ചു ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഒരു അത്യാവശ്യം നല്ല എമൗണ്ട് വാങ്ങിച്ചിട്ടാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ വരുന്ന ഒരിക്കലും പുതിയ സിനിമയിലോട്ട് വരുന്ന അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു വരുന്ന ന്യൂ ആർട്ടിസ്റ്റുകൾ ഒരിക്കലും പരാതിയുമായിട്ട് അമ്മയിലോട്ട് വരേണ്ട ആവശ്യമില്ല, അവർ വരില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. അപ്പോൾ അറിവില്ലാത്ത കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ലൊക്കേഷനുകളിൽ വെച്ചിട്ട് പലരും കേട്ടറിവുണ്ട്. ജഗദീഷ് ചേട്ടൻ പറഞ്ഞത് അതാണ്. പക്ഷെ അമ്മയുടെ ഔദ്യോഗിക സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളുടെയൊക്കെ നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞ് നമുക്ക് അറിവില്ല എന്നല്ലേ പറയാൻ പറ്റൂ. പക്ഷെ അദ്ദേഹത്തിന് നിങ്ങൾ ചോദിച്ച വ്യക്തിപരമായ ചോദ്യമാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് പറയാം ഞാനിത് കേട്ടിട്ടുണ്ട്. സത്യമാണ്, അമ്മ അറിഞ്ഞാലും അമ്മ പറയാൻ പോകുന്ന ഉത്തരം സെക്രട്ടറി പറയാതെ വിട്ടു എന്ന് നിങ്ങൾ പറയുന്നത് ആ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഉത്തരം അതേ ഉള്ളൂ, തെറ്റുകാരുണ്ടെങ്കിൽ ശിക്ഷിക്കണം, അവരെ ഒഴിവാക്കണം എന്ന് മാത്രമേ അദ്ദേഹം പറയുള്ളൂ. അതിന് ഭിന്നസ്വരമല്ല. പക്ഷേ ഈ പറയുന്ന പോലെ കേട്ട് വന്നപ്പോൾ അത് ഭിന്നസ്വരമായിട്ട് ഫീൽ ചെയ്തതാണ് സത്യത്തിൽ. അല്ലാതെ ഭിന്നസ്വരം അമ്മയ്ക്കകത്ത് ഒരു കാര്യമേ ഉള്ളൂ, ഒറ്റ വാക്കിൽ പറയാം, അമ്മ ഇരയോടൊപ്പം തന്നെ. ഇന്നലെ രാവിലെ തൊട്ട് ഞാൻ പറയുന്നു, ഇന്നലെ രാവിലത്തെ നമ്മൾ കലൂര് വെച്ചുള്ള ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് അമ്മ ഇരയ്ക്കൊപ്പമേ നിൽക്കൂ, വേട്ടക്കാരനൊപ്പം. നിങ്ങളുടെ ഭാഷയാണ് ഞാൻ പറയുന്നത് കേട്ടോ, വേട്ടക്കാരനൊപ്പം അമ്മ സഞ്ചരിക്കില്ല, അമ്മ ഇരയ്ക്കൊപ്പമേ നിൽക്കുള്ളൂ, അതിന് യാതൊരു സംശയവും വേണ്ട. ജഗദീഷ് ചേട്ടൻ ഇന്നലെ പറഞ്ഞ പല കാര്യങ്ങളും അത് അമ്മയുടെ നിലപാടിന് വിരുദ്ധമായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്വരം അങ്ങനെയായിരുന്നു പല കാര്യം. അതായത് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ദീഖ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഉണ്ട് എന്ന് ജഗദീഷ് ചേട്ടൻ പറയുന്നു. ഇത് മാത്രമല്ല, ഇനി രണ്ടാമത് മൊഴി കൊടുത്ത് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വന്നാൽ നടപടിയും അന്വേഷണം ആ രീതിയിൽ പോകണമെന്ന് പറയുമ്പോൾ ജഗദീഷ് ചേട്ടൻ പറയുന്നത് അതിന്റെ ആവശ്യമില്ല, മൊഴി കൊടുക്കുക. കഥകിൽ മുട്ടി എന്ന് പറഞ്ഞാൽ മുട്ടി എന്നാണ് അർത്ഥം. അത് പിന്നെ അങ്ങനെ വേട്ടക്കാരുണ്ടെങ്കിൽ അവരെ നിർത്താൻ പാടില്ല, അവരെ പുറത്ത് ചാടിക്കണം, പുറത്തു കൊണ്ട് ആക്കണം എന്ന നിലയിൽ ശക്തമായി കുറച്ചൊരു ഷാർപ്പ് ടോണായിട്ട് ഞാൻ പറഞ്ഞത്. ജഗദീഷ് ചേട്ടൻ പറഞ്ഞപ്പോൾ ജഗദീശൻ വ്യക്തിപരമായ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞതാണ്. ഇപ്പം ഞാനും പറഞ്ഞത് അത് തന്നെയല്ലേ. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് എന്താ, തെറ്റുകാരെ നമ്മൾ ശിക്ഷിക്കണം തന്നെയാണ്, അവരെ ഒറ്റപ്പെടുത്തണം തന്നെയാണ്, അവരെ അമ്മയിൽ നിർത്താൻ പാടില്ല, അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കണം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു സംഘടനാ തലത്തിൽ പറയുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ആധികാരികമായിട്ട് പറയാം, അതിന്റെ ഒരു വിഷയമാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അമ്മയിൽ രണ്ട് അഭിപ്രായമില്ല, അമ്മയിൽ ഭിന്ന അഭിപ്രായമില്ല. അമ്മയിൽ ഒറ്റ അഭിപ്രായമേ ഉള്ളൂ, ഇരയോടൊപ്പം നിൽക്കുക, വേട്ടക്കാരനെ ഒഴിവാക്കുക. പിന്നെ വേട്ടക്കാരനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളത് അത് നമുക്ക് സർക്കാരിനെ ആശ്രയിക്കാൻ പറ്റുള്ളൂ. സർക്കാരിന്റെ അന്വേഷണത്തിലൂടെ തെളിവുകളോടെ, ഇപ്പം അന്വേഷണം തന്നെ വേണ്ട, ഈ ആരോപിക്കുന്നവരൊരു തെളിവുകളോടെ വന്നാലും മതി. തെളിവുകളോടെ അവർ പറയുകയാണ് എന്നെ ഇന്നയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ അവരെ ഒറ്റപ്പെടുത്താൻ തയ്യാറാണ്. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
അതുതന്നെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ആരോപണം ആർക്കെതിരെങ്കിലും വന്നാൽ അതിൽ നടപടി അമ്മ സ്വീകരിക്കും. അതിനപ്പുറത്തേക്ക് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ നടപടി സ്വീകരിക്കും എന്നുള്ള സാങ്കേതികമായ ചോദ്യം. അത് തന്നെയാണ് ഇന്നലെ സിദ്ദീഖ പറഞ്ഞതും ഇപ്പോൾ ജയൻ ചേട്ടൻ പറയുന്നതും അത് തന്നെയാണ്. അമ്മയിൽ ഇക്കാര്യത്തിൽ ഒരു ഭിന്നതയുമില്ല, ഒരു വേർതിരിവുമില്ല, സ്വരത്തിലൊരു വ്യത്യാസവുമില്ല, ഒരേ സ്വരം തന്നെയാണ്. ഒപ്പം രഞ്ജിത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപടിയെടുക്കണം, അദ്ദേഹം മാറി നിന്ന് മാതൃക കാണിക്കണം എന്നുള്ളത് തന്നെയാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ജയൻ ചേർത്തല വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ.